വയനാട് മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണവുമായി ബിജെപി. വണ്ടൂർ, ഏറനാട്, കൽപ്പറ്റ, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നെന്ന് ബിജെപി നേതാവ് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. 52 പേർക്ക് ഒരു അഡ്രസ്സാണെന്നും അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं, 4,246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए। अब आप नाम देखिए साहब, मैमूना नाम है, बूथ नंबर 135 है और फिर वो 115 पे भी वही है, फिर 152 में भी वही है। विधानसभा एक है इरानाड, लेकिन पोलिंग बूथ 135, 115, 152 में मैमूना बार बार वोटर बन जाती है। लेकिन राहुल जी, प्रियंका जी വിവരങ്ങൾ തൗഫീഖ് അസ്ലം നൽകും. തൗഫീഖ്, പല കോണുകളിൽ നിന്നും ബിജെപിക്കെതിരെ കള്ളവോട്ട് ആരോപണം, വോട്ടുകൊള്ള ആരോപണം വരുന്നുണ്ട്. അത് കോൺഗ്രസിലേക്ക് വഴിതിരിച്ചു വിടുകയാണോ ബിജെപി? അനീഷ, കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിനെതിരെയും ബിജെപി ചില ആരോപണങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമായും വയനാട്ടിലും റായ്ബറേലിയിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഇപ്പോൾ അനുരാഗ് ഠാക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ കള്ളവോട്ട് ആരോപണമാണ് ഇപ്പോൾ ബിജെപി ഉയർത്തിയിരിക്കുന്നത്. വണ്ടൂർ, ഏറനാട്, കൽപ്പറ്റ മണ്ഡലങ്ങളിലാണ് ക്രമക്കേടുകൾ നടന്നതെന്നാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. തിരുവമ്പാടി, കൽപ്പറ്റ മണ്ഡലങ്ങളിലും ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട്. 52 ആളുകൾക്ക് ഒരു അഡ്രസ് എന്നാണ് ബിജെപി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് 52 ആളുകൾക്ക് ഒരു മേൽവിലാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് ബിജെപി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിച്ച് വിജയിച്ചത്. അതേസമയം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചിരുന്നു. ഈ രണ്ടിടങ്ങളിലുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സമാനമായിട്ടുള്ള ആരോപണം ബിജെപിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം TMCയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അഭിഷേക് ബാനർജി മത്സരിച്ച ഇടങ്ങളിലും ക്രമക്കേടുകൾ നടന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ അനുരാഗ് സിംഗ് ഠാക്കൂർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് കൂടി ഇപ്പോൾ ബിജെപി ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വിവിധ മണ്ഡലങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായെന്ന് കോൺഗ്രസ് നിരന്തരം ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നതിനിടയിലാണ് ഇപ്പോൾ ബിജെപി കോൺഗ്രസിനെതിരെ ഈ സമാനമായിട്ടുള്ള ഒരു ആരോപണം ഉയർത്തുകയും കോൺഗ്രസിന്റെ 2 പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച 2 മണ്ഡലങ്ങളെയാണ് ഇപ്പോൾ ബിജെപി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും കള്ളവോട്ടുകളും ക്രമക്കേടുകളും ഉൾപ്പെടെ നടന്നുവെന്നാണ് അനുരാഗ് സിംഗ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുകൊണ്ടൊന്നും പ്രതികരണം ദേശീയ തലത്തിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.